പശ്ചിമേഷ്യയിലെ സൈനിക രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പുതിയ തലവനായി മുഹമ്മദ് ബാഗർ സോൾഖാദർ ചുമതലയേറ്റിരിക്കുന്നു. കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾക്കും ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനകൾക്കും പേരുകേട്ട സോൾഖാദറിന്റെ നിയമനം മേഖലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ചുമതലയേറ്റയുടൻ അദ്ദേഹം നടത്തിയ പ്രഥമ പ്രസ്താവന തന്നെ വാഷിംഗ്ടണിനെയും ടെൽ അവീവിനെയും കടുത്ത ഭാഷയിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇറാന്റെ സൈനിക നയതന്ത്ര ജനകീയ പ്രതിരോധ നിരകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികളെ തളർത്തിയെന്നാണ് സോൾഖാദർ തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടത്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ച് ഇറാൻ ഇന്ന് കൈവരിച്ചിരിക്കുന്ന കരുത്ത് ശത്രുക്കളെ മുട്ടുകുത്തിക്കാൻ പര്യാപ്തമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇസ്രയേലും തങ്ങളെ തകർക്കാൻ ആവത് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടത് ഇറാന്റെ ആഭ്യന്തരവും ബാഹ്യവുമായ പ്രതിരോധ കോട്ടകളുടെ അടിത്തറ കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് മുഹമ്മദ് ബാഗർ സോൾഖാദർ ഈ തന്ത്രപ്രധാനമായ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ മിതവാദിയായ അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയിരുന്ന മുൻ നേതൃത്വത്തിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും കടുത്ത നിലപാടുകാരനായ ഒരു സൈനികൻ ഇറാന്റെ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്ന സമിതിയുടെ തലപ്പത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. മുഹമ്മദ് ബാഗർ സോൾഖാദർ കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ മുൻ സീനിയർ കമാൻഡറാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉള്ളിൽ പതിറ്റാണ്ടുകളുടെ സൈനിക പരിചയമുള്ള അദ്ദേഹം ഇറാന്റെ തന്ത്രപ്രധാനമായ പല ആഭ്യന്തര വിദേശ സൈനിക ഓപ്പറേഷനുകൾക്കും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ സൈനിക പശ്ചാത്തലം ഇറാന്റെ ഔദ്യോഗിക സുരക്ഷാ നയങ്ങളെ കൂടുതൽ കണിശവും പ്രതിരോധാത്മകവുമാക്കാൻ സഹായിക്കുമെന്നാണ് ടെഹ്റാനിലെ ഭരണകൂടം കരുതുന്നത്. സോൾഖാദറിന്റെ ഈ ഉദയം ഇറാന്റെ ആഭ്യന്തര അധികാര ഘടനയ്ക്കുള്ളിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുള്ള സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചുവെന്നതിന്റെ വലിയൊരു തെളിവാണ്. രാജ്യത്തിന്റെ വിദേശ നയവും പ്രതിരോധ തന്ത്രങ്ങളും തീരുമാനിക്കുന്നതിൽ ഇനി സൈനിക വിഭാഗത്തിന് നേരിട്ട് വലിയ പങ്കുണ്ടാകും. ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പഴയ രീതികളിൽ നിന്ന് മാറി നേരിട്ടുള്ള സൈനിക പ്രതിരോധവും നിഴൽ യുദ്ധങ്ങളും കൂടുതൽ ശക്തമാക്കാനാണ് പുതിയ മേധാവിയുടെ കീഴിൽ ഇറാൻ തുനിയുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന ഈ പശ്ചാത്തലത്തിലാണ് സോൾഖാദറിന്റെ ഈ കടുത്ത പ്രസ്താവനകൾ പുറത്തുവരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തിന് മുന്നിൽ തങ്ങൾ തല കുനിക്കില്ലെന്ന് പുതിയ സുരക്ഷാ മേധാവി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കാൻ മാത്രമേ പുതിയ മേധാവിയുടെ ഈ കടുംപിടുത്തം സഹായിക്കൂ. ടെൽ അവീവിനെ, അതായത് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുള്ള സോൾഖാദറിന്റെ വാക്കുകൾ പശ്ചിമേഷ്യൻ യുദ്ധകളത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ ഇറാന്റെ പ്രധാന നിഴൽ സൈന്യങ്ങളായ ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് തുടങ്ങിയവയ്ക്കുള്ള പിന്തുണ ഇറാൻ ഇനിയും വർദ്ധിപ്പിക്കുമെന്നതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. ഇസ്രയേലിന്റെ സൈനിക മുന്നേറ്റങ്ങളെ ചെറുക്കാൻ ഈ സായുധ ഗ്രൂപ്പുകളെ കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ നൽകി ഇറാൻ സഹായിക്കുമെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ ഈ പുതിയ നിലപാട് സൗദി അറേബ്യ, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാനിലെ മിതവാദി നേതാക്കളുമായി ചർച്ചകൾ നടത്തി മേഖലയിൽ സമാധാനം നിലനിർത്താൻ ശ്രമിച്ച അറബ് നയതന്ത്രജ്ഞർക്ക് പുതിയ സുരക്ഷാ മേധാവിയുടെ വരവ് വലിയ തിരിച്ചടിയാണ്. ഇറാൻ വീണ്ടും ആക്രമണാത്മക സൈനിക നയങ്ങളിലേക്ക് മടങ്ങിയാൽ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താല്പര്യങ്ങളെയും ബാധിക്കുമെന്നവർ ഭയപ്പെടുന്നു. ഇറാനിയൻ ജനതയ്ക്കുള്ളിൽ രാജ്യസ്നേഹവും ഭരണകൂടത്തോടുള്ള ആഭിമുഖ്യവും വർദ്ധിപ്പിക്കാൻ കൂടിയാണ് സോൾഖാദർ തന്റെ ആദ്യ പ്രസംഗത്തിൽ ജനകീയ പ്രതിരോധത്തെക്കുറിച്ച് പരാമർശിച്ചത്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ ഭരണകൂടത്തിനൊപ്പം നിർത്തി പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. ആഗോളതലത്തിൽ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുമായുള്ള ഇറാന്റെ സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സോൾഖാദർ മുൻകൈയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഒരു പുതിയ പ്രതിരോധ സഖ്യം രൂപീകരിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കാം.
റഷ്യയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും സ്വന്തമാക്കാനും ചൈനയ്ക്ക് കൂടുതൽ എണ്ണ നൽകി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായിരിക്കും ഇറാന്റെ അടുത്ത നീക്കം. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പുതിയ മേധാവി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ ഇതിനകം വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഇറാന്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ വരുന്ന ഏത് ശക്തിയെയും നേരിടാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാണ് സോൾഖാദറിന്റെ തീരുമാനം. അലി ലാരിജാനിയുടെ നിര്യാണം ഇറാനിയൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചുവെങ്കിലും സോൾഖാദറിന്റെ വരവോടെ ആ സ്ഥാനം കൂടുതൽ ശക്തമായ ഒരു പ്രതിരോധ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിൽ വിശ്വസിച്ചിരുന്ന പല ഇറാനിയൻ നേതാക്കളും ഇപ്പോൾ പുതിയ മേധാവിയുടെ കടുത്ത ശൈലിക്ക് മുൻപിൽ നിശബ്ദരാകേണ്ടി വരും. വാഷിംഗ്ടണിലെ പെന്റഗൺ ഉദ്യോഗസ്ഥരും CIA-യും ഇറാന്റെ ഈ നേതൃമാറ്റത്തെ അതീവ ഗൗരവത്തോടെയാണ് വിശകലനം ചെയ്യുന്നത്. ഇറാനുമായി ഒരു പുതിയ ആണവ കരാറിലെത്താൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും സോൾഖാദർ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം അമേരിക്കയുടെ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. പശ്ചിമേഷ്യയിൽ ഇനിയൊരു സമാധാന ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് പുതിയ സാഹചര്യത്തിൽ മറുപടി നൽകുക പ്രയാസമാണ്. ഒരു വശത്ത് അമേരിക്കയുടെ കടുത്ത നിബന്ധനകളും മറുവശത്ത് ഇറാന്റെ പുതിയ സൈനിക നേതൃത്വത്തിന്റെ കടുംപിടുത്തവും തമ്മിലുള്ള ഈ പോരാട്ടം അന്താരാഷ്ട്ര സമൂഹത്തെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. മുഹമ്മദ് ബാഗർ സോൾഖാദറിന്റെ നേതൃത്വത്തിൽ ഇറാൻ ഒരു പുതിയ പോരാട്ട വീര്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയും ഇസ്രയേലിനെയും തങ്ങളുടെ മണ്ണിൽ തൊടാൻ അനുവദിക്കില്ലെന്ന കടുത്ത പ്രഖ്യാപനത്തോടെ ടെഹ്റാൻ കളം നിറയുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അത്യന്തം വഷളായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശത്രുക്കളെ മുട്ടുകുത്തിക്കുന്ന ഈ പുതിയ യുദ്ധപ്രഖ്യാപനം വെറുമൊരു വാക്കല്ലെന്നും തങ്ങൾ അതിന് സജ്ജമാണെന്നും വരും ദിവസങ്ങളിൽ ഇറാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങളിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചേക്കാം. ലോകം വലിയ ഭീതിയോടെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ പുതിയ വാർത്തകളെ നോക്കിക്കാണുന്നത്.